ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പുതിയൊരു മോഡ് കൂടെ കാണിച്ചത്. ഇതിലെന്താ വെച്ചാൽ മിലിറ്ററിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചത്, അപ്പൊ അത്ര തെറ്റൊന്നും ചെയ്യണ്ട. അപ്പൊ ഞാൻ സ്ഥലം കാണിച്ചത്. അപ്പൊ ലാസ്റ്റ് അങ്ങനെ ഇത് ഗെയിമിലേക്ക് ആഡ് ചെയ്യല എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ സ്ഥലം നേരെ കാണിച്ചത്. അപ്പൊ നേരെ പെട്ടെന്ന് ഇറങ്ങാം. ഇതിലെ ആദ്യത്തെ മാപ്പ് തന്നെയാണ്, പക്ഷെ അതിൽ നമ്മൾ മിലിറ്ററി പിന്നെ കുറച്ച് സാധനം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ ആദ്യത്തെ തന്നെ എല്ലാവരും വിചാരിച്ചു ഇപ്പൊ ആദ്യത്തെ തന്നെ ആണല്ലോ, ചെയ്യണ്ട. അപ്പൊ ഇത് ആദ്യത്തെ തന്നെയാണ്, പക്ഷെ അതിലെ മാപ്പ് ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ആദ്യത്താണ്. നമ്മൾ അവിടെ പോയി ഇടിച്ച് അത് നോക്കി വന്നപ്പോ ബസ് സ്റ്റോപ്പ് ഒക്കെ ആദ്യത്താണ്. അപ്പൊ ഞാൻ സ്ഥലം ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമുക്ക് നേരെ വണ്ടിയൊക്കെ മാറ്റി, ഇതാണ് നമ്മളെ മിലിറ്ററി. അപ്പൊ നമ്മൾ നേരെ ഉള്ളിൽ കയറും. ഇപ്പൊ എവിടെ വെച്ചാൽ നമ്മളിങ്ങനെ വരുന്ന സിറ്റിന്റെ കുറച്ച് നാട്ടിൽ സൈഡിലായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇതാണ് മിലിറ്ററി. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ നമ്മൾ വരുത്തിച്ചണം. അപ്പൊ ഇതാണ് അടിപൊളിക്ക് ഇഷ്ടപ്പെട്ട മിലിറ്ററി ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി നമുക്ക് നേരെ വണ്ടി നിർത്തിക്കാണ്ട് ആ തല മുതൽ ഈ തല വരെ നമുക്ക് ടാങ്ക് ആഡ് ചെയ്യാം. ഇവിടെ ഫുള്ള് നമുക്ക് മിലിറ്ററിന്റെ സ്ഥലമല്ല, അപ്പൊ നന്നായിട്ട് ഇവിടെ ഫുള്ള് ആക്കാം. ഫുള്ളല്ല, ഈ വരി ഫുള്ള് ആക്കാം. നമുക്ക് നേരെ ആക്കി തുടങ്ങാം. നമ്മൾ സ്പീഡാണ് കാണിച്ചത്. ഇപ്പൊ മിലിറ്ററി ടാങ്ക് ഫുള്ള് ആക്കാം. നമുക്ക് 4 മണി വരെ കാർ ഉണ്ടായിട്ട് നമുക്ക് നേരെ ബാക്ക് പോയി ആക്കാം. ആ കാറിലോട്ട് ആക്കാൻ പറ്റും. നമുക്ക് നേരെ പെടുന്ന തുടങ്ങാം. പക്ഷേ അങ്ങനെ ആക്കി ലാസ്റ്റ് അവസാനം എത്താനായിക്കണം. അപ്പൊ അതങ്ങനെ ആക്കിക്കൊണ്ട് കഴിഞ്ഞ് 2-3 പോവാണ്ട് അവകാശം ലാസ്റ്റ് എത്താനായിക്കണം. അപ്പൊ അതും കൂടെ കഴിഞ്ഞും പക്ഷെ അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. മുന്നോട്ടേക്ക് പോയിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് മിലിറ്ററിന്റെ ഇത് ഒക്കെ അയക്കണേ. അപ്പൊ മിലിറ്ററിന്റെ ഹെലികോപ്റ്റർ ഒന്നും ഇല്ല, മിലിറ്ററിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് മാത്രം എത്തിച്ച് ഇനി നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്താണ്ട് ബാക്കിയുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കുറെ മാപ്പിൽ ആഡ് ചെയ്ത ഞാൻ ഇതിന് മുന്നേ ഈ മാപ്പ് പരിചയപ്പെടുത്തി തന്നിങ്ങനെ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാത്തത്. അപ്പൊ ഞാൻ വന്നത് മാത്രം പരിചയപ്പെടുത്തി. അപ്പൊ ഇവിടുന്ന് നേരെ സൈഡിലായിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ഇതിൽ ഈ മാപ്പുകൾ ഞാൻ പരിചയപ്പെട്ടു. പക്ഷെ എനിക്ക് ഇതിന്റെ എന്താണെന്ന് മനസ്സിലായത്. അപ്പൊ ഇതെന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മള് ഒരു ബീച്ചിന്റെ പോലെ തന്നെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഇത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ഇതില് ഈ മോഡില് ഞാൻ പരിചയപ്പെടുത്തി തന്നീനി. അപ്പൊ ഇത് എനിക്കിപ്പോൾ മനസ്സിലായത്. അപ്പൊ ഇത് സെറ്റ് സ്ഥലമാണ്, വണ്ടിയൊക്കെ നിർത്തിയിടാൻ പറ്റിയ അടിപൊളി നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും. നമുക്ക് നേരെ വണ്ടി വളച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ വണ്ടിയൊക്കെ വളച്ചേക്കണേ ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. അടുത്ത സ്ഥലം നമുക്ക് കുറച്ച് സിറ്റിന്റെ ഉള്ളിൽ കാണ്ട് പോകണം. അപ്പൊ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അപ്പൊ നിങ്ങൾ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് വളരെ കുറവാണ് സബ്സ്ക്രൈബറൊക്കെ. പിന്നെ ആരും ഈ വീഡിയോ ഒന്നും കാണില്ല. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കാണാൻ വേണ്ടിയിട്ട്. ഇന്ത്യൻ ബൈക്ക് കളിക്കുന്നവർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഓൽക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓല് കാണുക. അപ്പൊ നല്ല സപ്പോർട്ടൊക്കെ തരും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ല ആരെങ്കിലും ഈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചത്, അതാണ് കാണിച്ചു തരാത്തെ. പിന്നെ മുന്നിൽ അതാ കാണാം, അതാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതങ്ങനെ ഉണ്ടായി വരുന്നതാ. ഈ സൈഡിലത്തൊക്കെ ഞാൻ കാണിച്ചു തന്നാണ് ഡീറ്റെയിൽ പറഞ്ഞത്. അത് നമ്മൾ കാറൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് മെയിൻ ആയിട്ട് വന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് ജമ്പൊക്കെ ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. ഇത് ഇവിടെ തൊട്ട് ആ കാർ ഷോറൂമിന്റെ അവിടെ വരെയുണ്ട്. ഇത് ആദ്യം കാണിച്ചത് അതല്ല, ഇത് വേറെയാണ്. അപ്പൊ ഇതിങ്ങനെ സ്പീഡ് പോയാണ്ട് നമുക്ക് നേരെ സ്പീഡ് പോയി അവിടെ നിന്ന് ചാടാൻ പറ്റും. ആ സാധനം ഇപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഞാൻ കാണിച്ചതിൽ ഏത് മോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താഴെ കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഏത് സ്ഥലം മറക്കരുത്. നമ്മൾ സ്പീഡ് ഒന്ന് ഒറ്റ ചാട്ടം ചാടിക്കണ വണ്ടി ഡോർ മാത്രം തുറന്നിട്ടുള്ളൂ, ബാക്കി ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ അങ്ങനെ മോഡ് ആഡ് ചെയ്യുന്നത് നേരെ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുക, അത് നേരെ കോപ്പി ചെയ്യാം. അപ്പൊ കോപ്പി ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് നെറ്റ് ഓൺ ആക്കിയിട്ട് മാത്രമേ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നേരെ നെറ്റ് ഓൺ ആക്കിയാൽ മൊബൈൽ ഫോണിൽ കോപ്പി ചെയ്യാം. അത് ഞാൻ കാണിച്ചെന്ന പോലെ തന്നെ കോപ്പി ചെയ്യാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ എന്തായാലും വരും. നെറ്റ് എന്തായാലും ഓൺ ആവണം. അപ്പൊ നമുക്ക് ഫയൽ ലോഡ് ആക്കി എന്നിട്ട് നേരെ ബാക്ക് അടിച്ച് ഇവിടെ നമ്പർ ഒന്ന് കാണിച്ചാൽ നോക്കാം. നമുക്ക് കുറച്ചു നേരം ഒന്നും നിൽക്കൊന്നും വേണം, നേരെ ബാക്ക് അടിച്ചാൽ. പക്ഷെ അങ്ങനെ ബാക്ക് അടിച്ചാൽ ശരിയാവും. അപ്പൊ ആ നമ്പർ കൈയോളം നോക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണോ. അടുത്ത വീഡിയോ കാണാം. ബൈ.